വെളിപ്പാട് പുസ്തകം. യോഹന്നാന് പത്മോസ് ദ്വീപിലിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടായി. റെവല്യൂഷൻ 5-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. യോഹന്നാൻ ദർശനത്തിൽ കണ്ടത്: സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ഒരു ശക്തനായ ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ അത് നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും കീഴെയും ആരെയും കണ്ടില്ല. പുസ്തകം വായിപ്പാനോ നോക്കുവാനോ ആരെയും കാണാത്തതുകൊണ്ട് യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ 24 മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറഞ്ഞു: യഹൂദാഗോത്ര സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ, പുസ്തകവും അതിൻ്റെ മുദ്രകളും പൊട്ടിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. സിംഹാസനത്തിനും 4 ജീവികളുടെ ഇടയിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതായി കണ്ടു. അതിന് 7 കൊമ്പും 7 കണ്ണുകളുമുണ്ട്. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവമായ പിതാവാണ്. പിതാവിൻ്റെ കയ്യിലുള്ള വലം കയ്യിലുള്ള 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് തിരുവചനമാണ്. അതായത് ദൈവം സ്ഥാപിക്കാൻ പോകുന്ന തൻ്റെ രാജ്യത്തെക്കുറിച്ചും അന്ത്യകാല സംഭവങ്ങളുടെ വിവരണങ്ങളുമാണ് അതിലെഴുതിയിരിക്കുന്നത്. ഇവിടെ ജയം പ്രാപിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും ഉയിർത്തെഴുന്നേൽപ്പുമാണ് അർത്ഥമാക്കുന്നത്. അതാണ് ജയം പ്രാപിക്കുക എന്നർത്ഥമാക്കുന്നത്. കുഞ്ഞാട് എന്നത് യേശുക്രിസ്തുവിനെ തന്നെയാണ് അർത്ഥമാക്കുന്നത്. റെവല്യൂഷൻ 5-ാം അധ്യായം 9-ാം വാക്യം: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ ശുദ്ധരക്തം കൊണ്ട് ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി. അതായത് ക്രൂശിലെ മരണത്തിലെ ആ രക്തം ചിന്തി മരിച്ച കാര്യമാണ് അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് അർത്ഥമാക്കുന്നത്. ആ രക്തം കൊണ്ട്, ക്രൂശിലെ രക്തത്താൽ, തൻ്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നാണ് അറിയിക്കുന്നത്. റെവല്യൂഷൻ 6-ാം അധ്യായം
12 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇവിടെ 12 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം. ഇതിൻ്റെ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും അല്ലെങ്കിൽ തുറക്കുമ്പോഴും ഓരോ സംഭവങ്ങൾ യോഹന്നാന് ദൃശ്യമാകുന്നുണ്ട്. ഇതിൽ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ യോഹന്നാന് ദൃശ്യമാകുന്ന സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂമിയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്താംബരം പോലെ ചുവന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് അതിൻ്റെ കായകൾ ഉതിർന്ന് വീഴുന്നത് പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറി. ഭൂമിയിലെ മലകളും ദ്വീപുകളും സുസ്ഥാനങ്ങളിൽ നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും സഹസ്രാധിപന്മാരും മഹത്തുക്കളും സമ്പന്നന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും പ്രകാരം പറഞ്ഞു, സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും നിങ്ങൾ മറപ്പിൻ എന്ന്. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും കോപദിവസത്തിൽ നിൽക്കാൻ ആർക്ക് കഴിയും? അവർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ മലകളോടും പാറകളോടും തങ്ങളുടെ മേലെ വന്ന് വീഴുവിൻ, ഞങ്ങളെ വന്ന് മറപ്പിൻ എന്ന് അവർ പറയുന്നത്. ഇതിൽ നിന്നും ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കോപദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റിവിലേഷൻ 7-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ നിന്നും 4 ദൂതന്മാർ ഭൂമിക്കും കടലിനും വൃക്ഷങ്ങൾക്കും നാശം വരുത്താവുന്ന കാറ്റിനെ പിടിച്ച് 4 കോണുകളിലും അവർ നിന്നു. അനന്തരം കിഴക്കിൽ നിന്നൊരു ദൂതൻ കയറുന്നത് കണ്ടു. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും മുദ്ര നമ്മുടെ ദാസന്മാർക്ക് അവരുടെ നെറ്റിയിൽ മുദ്രയിടാൻ ഉള്ളവനാണ്. ദൂതൻ 4 കോണിലും കാറ്റ് പിടിച്ചു നിൽക്കുന്ന ദൂതന്മാരോട് പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദാസന്മാർക്ക് അവരുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും മുദ്രയിടാൻ കഴിയുന്നവരെ ഭൂമിക്കും കടലിനും വൃക്ഷങ്ങൾക്കും യാതൊന്നും വരുത്തരുത് എന്ന്. ഇവിടെ മുദ്ര ഏൽക്കുന്നത് യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ ഗോത്ര പാരമ്പര്യങ്ങളാണ്. അതായത് യാക്കോബിന് 12 പുത്രന്മാരാണുള്ളത്. അവർ രൂബേൻ, ശിമയോൻ, യഹൂദ, ലേവി, ദാൻ, നഫ്താലി, ആശേർ, മനശ്ശെ, ഇസ്സാഖാർ, യോസേഫ്, ബെന്യാമിൻ, നെഫ്തോൽ. ഇങ്ങനെ 12 പുരുഷന്മാരാണ് യാക്കോബിൻ്റെ മക്കൾ. ഇവരുടെ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ ദൈവം തിരഞ്ഞെടുത്ത് അവരുടെ നെറ്റികളിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ മുദ്ര ദൂതൻ വയ്ക്കുന്നു.
അങ്ങനെ ഓരോ ഗോത്രത്തിനും 12,000 പേർ മുദ്രയിടുമ്പോൾ 12 ഗോത്രങ്ങൾ ചേർന്ന് 1,44,000 പേർക്കാണ് മുദ്രയിടപ്പെട്ടത്. ഇവർ കഷ്ടകാലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവരാണ്. ഭൂമിയിൽ സംഭവിക്കുന്ന പ്രക്ഷുബ്ധതകൾക്കും അന്ത്യകാല ന്യായവിധികൾക്കുമിടയിൽ അവർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു. അവരേൽക്കപ്പെട്ട ദൈവത്തിൻ്റെ മുദ്രയാൽ അവർ സംരക്ഷിക്കപ്പെടുന്നു. റിവലേഷൻ 14-ാം അധ്യായം 1 മുതൽ 15 വരെ 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ഇതിൽ ഈ 1,44,000 മുദ്രയിടപ്പെട്ടവരുടെ സവിശേഷതകളാണ് അറിയിക്കുന്നത്. കുഞ്ഞാടിനോടൊപ്പം സിയോനിൽ 1,44,000 മുദ്രയിടപ്പെട്ടവർ വരെ കണ്ടു. ഇവർ സ്ത്രീകളാൽ മലിനമാകാത്തവർ, കന്യകരാണവർ. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം ഇവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നു. ഇവർക്കല്ലാതെ മറ്റാർക്കും പഠിക്കാനോ പാടാനോ കഴിയാത്ത ഒരു പുതിയ പാട്ട് സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മധ്യത്തിൽ ഇവർ പുതിയ പാട്ട് പാടുന്നു. ഇത് ദൈവമായിട്ടൊരു ആത്മബോധത്തെയാണ് അറിയിക്കുന്നത്. ദൈവത്തിനും കുഞ്ഞാടിനും ഇവർ ആദ്യ ഫലമാണ്. ഇവരിൽ ഭോഷ്കില്ല, ഇവർ നിഷ്കളങ്കരാണ്. ഇതാണ് ഇവരുടെ സവിശേഷതകൾ. റിവലേഷൻ 7-ാം അധ്യായം 9-ാം വാക്യം. ഇതിനുശേഷം ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ജാതികളിൽ നിന്നുള്ളതായ ഒരു വലിയ മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് അവരുടെ കയ്യിൽ കുരുത്തോലിയുമായി സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു കണ്ടു. റിവലേഷൻ 7-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇവർ മഹാകഷ്ടങ്ങളിൽ നിന്നും വന്നവരാണ്. കുഞ്ഞാടിൻ്റെ ശുദ്ധരക്തത്താൽ അവരുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇതിനാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവരുടെ ആലയത്തിൽ രാപ്പകൽ ആരാധിക്കുന്നു. ഇവർ ആരാധിപ്പാൻ യോഗ്യരാണ്. കുഞ്ഞാടിൻ്റെ സിംഹാസനം ഇവരുടെ കൂടാരമാണ്. ഇവർക്കിനി വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. വെയിലിൻ്റെ ചൂടോ അവർക്ക് തട്ടുകയില്ല. സിംഹാസനത്തിൻ്റെ മധ്യത്തിലുള്ള കുഞ്ഞാട് ഇവരെ മേയിച്ച് ജീവനൂര ഉറവുകളിലേക്ക് അവരെ നടത്തുന്നു. ദൈവം ഇവരുടെ കണ്ണുനീർ തുടച്ചു കളയുന്നു. കാരണം ഇവർ മഹാകഷ്ടങ്ങളിൽ നിന്നും വന്നവരാണ്. ദൈവത്തിൻ്റെ മുദ്രയിടപ്പെട്ട 1,44,000 ഇസ്രായേലരും ഭൂമിയിലെ സകല ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ജാതികളിൽ നിന്നും ഉള്ളതായ കുഞ്ഞാടിൻ്റെ ശുദ്ധരക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച ഈ മഹാപുരുഷാരവും, ഈ മഹാപുരുഷാരത്തിനും വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ രക്തം ചിന്തി മരിച്ചത്.